ഹായ്. അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ആലപ്പുഴയ്ക്ക് പോവാണ്. ആലപ്പുഴയ്ക്കല്ല, കുട്ടനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഫോർഡ് എൻഡവറിൽ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ 2 ദിവസം വീഡിയോകൾ ഇട്ടപ്പോഴത്തേക്കിനും എനിക്ക് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളും അതേപോലെ തന്നെ ഫോട്ടോ ഇട്ടപ്പോഴേക്കും അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം വെഹിക്കിളാണ് താങ്കളുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും പല ആൾക്കാരുടെയും, പ്രത്യേകിച്ച് വണ്ടി പ്രേമികളുടെ ഒരു ഡ്രീം വെഹിക്കിൾ എന്ന് പറയാം നമ്മുടെ ഫോർഡ് എൻഡവറിനെ. അപ്പോൾ എന്തായാലും ഞാനും ഇപ്പോൾ ഈ വണ്ടിയെ വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഏകദേശം എൻ്റെ കൈ വണ്ടി കിട്ടിയിട്ട് ഏകദേശം ഒരു 400 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു. നമ്മളിനി അടുത്ത ദിവസം കോഴിക്കോട്, വയനാടൊക്കെ ഈ വണ്ടിയെ കൊണ്ട് പോകുന്നുണ്ട്. വയനാട് പോയിട്ട് കുറച്ച് ഓഫ് റോഡ് പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഗിയർ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് അങ്ങോട്ട് കാല് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ, വണ്ടി പോണ പോക്കണ്ടല്ലോ. പക്ഷെ മൈലേജ് സ്പോർട്സ് മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറയും. കളിച്ചാൽ 9-9.5 ആവും. നോർമൽ കേസിൽ നമുക്കൊരു 10+11 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ മൈലേജ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ടു കുട്ടനാട്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ നേരെ ഉള്ളൊരു റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ 8ാമത്തെ ഗിയറിലാണ് ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഗിയർ, എന്നിട്ട് ഞാൻ ആക്സിലേറ്റർ കൊടുത്തപ്പോഴത്തേക്കും നേരെ 7ലേക്ക് മാറി. പിന്നെ വീണ്ടും ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഇപ്പോൾ ആക്സിലറേഷൻ സഡൻ കൊടുത്തപ്പോഴത്തേക്കിനും 4-3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താന്നു. പിന്നെ 4ലേക്ക് കയറി, പിന്നെ 6ലേക്ക് വീണു, പിന്നെ 5ലേക്ക് വീണു. ഞാൻ കാല് കൊടുക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഗിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് കാല് കൊടുത്തപ്പോഴത്തേക്കിനും 8ലേക്ക് വന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ 80 കിലോമീറ്റർ ആണ് പരമാവധി പല സ്ഥലങ്ങളിലുമുള്ള ഒരു വേഗപരിധി എന്ന് പറയുന്നത്. ഹൈവേസിലൊക്കെ നമുക്ക് 90 വരെ പോകാം. അബിക്ക് വണ്ടി ഓടിക്കണോടാ? ഓടിക്കണം. ഓക്കെ, ഞാൻ നിർത്തി തരാം കേട്ടോ. അപ്പൊ നീ ഓടിച്ചോളൂ. യെസ്. അപ്പൊ ഇനി ക്രൂ ചേഞ്ച്. യെസ്. സീറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. സീറ്റൊക്കെ റിലാക്സ്ഡ് ആയിട്ട് താത്തി നീട്ടിയൊക്കെ വെച്ചോ, പ്രശ്നമൊന്നുമില്ല. ക്ലച്ചില്ല. ഡ്രൈവിലിടുക, പോവാ. ഓക്കെ. കൈ ഗിയറിലൊക്കെ പോകും. കൈ സ്റ്റിയറിംഗെ പിടിച്ച് ഓടിച്ചാൽ മതി, അപ്പൊ പ്രശ്നമില്ല. ഓക്കെ, ഗിയറിന് അങ്ങോട്ട് പോവില്ല. അപ്പൊ ഈ റോക്കറ്റ് മോഡ് ഓൺ. പതുക്കെ പോയാൽ മതി കേട്ടാ. എന്റെ പൊന്നെ, എന്തായാലും പൊളി ഫീൽ അല്ലേ വണ്ടി ഓടിക്കാൻ? അടിപൊളിയാണ് ഓടിക്കാനായിട്ട്. ഞങ്ങളങ്ങനെ ആലപ്പുഴ റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ മഴ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാവും ഞങ്ങളുടെ ഷൂട്ട് എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും മഴ തുടങ്ങിയിരിക്കുകയാണ്. മഴയത്ത് AC റോഡിലൂടെ ചറപറ വണ്ടി ഓടിക്കുന്ന അഭിജിത്ത് ഭക്തനെയാണ് നിങ്ങൾ കാണുന്നത്. സ്പോർട്സ് മോഡിലൊക്കെയാ, മാറ്റി ഡ്രൈവ് മോഡിലാക്കിക്കോ കേട്ടോ. എന്തായാലും മഴ ഇങ്ങനെ വല്ലാത്ത സമയത്ത് ഇങ്ങനെ പെയ്യുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? മഴയാണല്ലോ അബിയെ. എന്ത് ചെയ്യാനാ? ഷെഡാവോ? അങ്ങനെയാണോ പറയുന്നേ? സെഡ് ആവോ? ഇല്ല, പണിയാകുമോന്നറിയില്ല. എന്തായാലും മഴയാണ്, മഴക്കാറും ഉണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത ഷൂട്ടൊക്കെ അൽഗുണമാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടൊക്കെ ആമ്പലുണ്ടോ? പൊളി ഇല്ലേ? മഴ ഇല്ലായിരുന്നു, നമുക്കൊരു വെള്ളമൊക്കെ എടുത്ത് ആമ്പലിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോവായിരുന്നു. ഓ മൈ ഗോഡ്, റോഡ് അവസാനിച്ചു. സ്റ്റോപ്പ്. നേരെ കാണുന്ന ജങ്കാറിൽ കയറ്റി നമുക്ക് എൻഡവർ അപ്പുറത്ത് കൊണ്ടുപോയാലോ? വേണ്ട കേട്ടോ. ഇത് അങ്ങോട്ട് കൊണ്ടുപോകുക. നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കണ്ട ജിത്തുവിന്റെ വീട്ടിലേക്ക് നമുക്ക് കൊണ്ട് വണ്ടി ഇടാം. ആ ജങ്കാറിൽ കയറ്റി കൊണ്ടുപോകണോ? വേണ്ട കേട്ടോ. വേണ്ടല്ലേ? ഓക്കെ ഫൈൻ. നീ നിർത്തിക്കോ, ഞാൻ എടുക്കാം. അതായിരിക്കും നല്ലത്. എടുക്കോ? ബുദ്ധിമുട്ടായിരിക്കും. നീ അങ്ങനെ എടുക്കണ്ട. ആ സൈഡ് നോക്ക്, ഞാൻ എടുക്കാം. എടുത്തു. ഈ സൈഡ് കുഴപ്പമൊന്നുമില്ല, ആ സൈഡ് നോക്കി എടുത്താൽ മതി. ഞങ്ങളിവിടെ ആലപ്പുഴ വന്നതാണ്. ഇവരുടെ വീട്ടിലൊരു മണിക്കൂറോളം ഞങ്ങൾ ഇരുന്നു. മഴ ഇങ്ങനെ കനത്ത് തുടങ്ങി. കുറയുന്നില്ല. ഇവരിവിടെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിഷിങ്ങും പരിപാടികളൊക്കെ. വെള്ളം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. ഇപ്പോൾ 11 മണിയായി. ഞങ്ങൾ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ദിവസം നമുക്ക് വരാം. ഇനി ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. തൽക്കാലം അങ്ങനെ ചെയ്യാം. നമുക്ക് ഇനിയും ദിവസം ഉണ്ടല്ലോ, മഴ മാറും. നമ്മുടെ ജോർജ് ഇവിടെ ഉണ്ട്.
ജോർജിനെ കഴിഞ്ഞ ദിവസം എല്ലാവരും വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഹിച്ച് ഹൈക്ക് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂടിയോ? എല്ലാരും കുറെ പേര് ആ കമന്റ് ഇട്ടപ്പം കുറെ പേര് വന്നു. വന്നല്ലേ? അടിപൊളി. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി തിരിച്ചു പോവാം. മഴ കാരണം ഒരു പരിപാടിയും നടക്കാതെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് മഴ നനഞ്ഞു പോവാം. ഈ വെള്ളത്തിലാണ് നമ്മൾ പോകാൻ പോയത്. എന്താ പോലെ ഈ വെള്ളത്തിലാണ് ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി ഇവിടെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഇപ്പോൾ മൊത്തം മഴയാണ്. ആഹാ, അതേതാ അപ്പുറത്ത് കാണുന്നത്? ഒരു പള്ളിയാണോ അത് ഫ്രണ്ടില്? കുരിശുപള്ളിയോ? കുരിശുപള്ളി എന്ന് പറഞ്ഞാൽ വെല്ലുവിളിയുടെ സബ് ബ്രാഞ്ച് ആണോ? ഓ, ഇവിടെ ഡെയിലി കുർബാനയില്ല, ഞായറാഴ്ചയും വെല്ലുവിളി. അത് നമ്മൾ നേരത്തെ കണ്ട, കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും പോവാം, വേറെ പരിപാടി ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഒരു ചലഞ്ച് പിടിച്ച പരിപാടിയാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഈ വള്ളമൊക്കെ അറേഞ്ച് ചെയ്ത് ഇവർ ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് വന്ന് മഴയും കൂടെ ആയപ്പോഴത്തേക്കിനും മൊത്തത്തിലൊരു വിഷമമായി. ഓ എൻ്റെ പൊന്നേ, നേരെ കായലിലേക്കാണ് പോയി വീഴുന്നത്. നമുക്ക് റിവേഴ്സ് എടുത്തൊരു ശകലം പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇവിടെ കുഴപ്പമില്ല, ഓക്കെ. യെസ്, ഡൺ ഡൺ ഡൺ. അപ്പൊ ജിത്തു ടാറ്റ. അപ്പൊ പെരുമഴ മാറിയിട്ട് വിളിക്കട്ടാ, കാണാം. ടാറ്റ, ബൈ 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 ബൈ. എന്റെ പൊന്നേ, അന്യായ മഴയായി പോയി കേട്ടോ. ഈ വഴി കൂടെ എങ്ങനെയാണ് ഇവര് വണ്ടി ഓടിക്കുന്നത്? നമ്മളെ വലിയ വണ്ടിയാണ്. ഇത് വലിയ വണ്ടിയായിട്ടോ, ചെറിയ വണ്ടിയാണ് കുഴപ്പമില്ല. ഒരു ടയറെങ്ങാനും കായലിലേക്ക് വീണ ഡും തീർന്നു. ഇത് ഓഫ് റോഡ് വണ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കായലിൽ വീണ വണ്ടി, കായലല്ലല്ലോ, ആറ്റിൽ വീണ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എടുക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, രക്ഷപ്പെട്ടു. അങ്ങനെ ആ കുട്ടനാട്ടിലേക്ക് വന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഞങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരുമഴയത്ത് ഒരു സംഭവങ്ങളും നടന്നില്ല. അതല്ല, നമ്മൾ AC റോഡിൽ കയറിയപ്പോഴല്ല, ബിവറേജിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബിവറേജ് കാണാം, ബിവറേജിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് മഴ പെയ്തത്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു മഴയില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഷൂ എന്നും പറഞ്ഞുകൊണ്ട് മഴയായി. പക്ഷെ എന്താ അല്ലേ, ഇവിടെ ആണെങ്കിൽ നിറച്ച് ആമ്പലും കളിച്ച് നിൽപ്പുണ്ട് റൈറ്റ് സൈഡിലൊക്കെ. നമുക്ക് അതൊന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട്. ആലപ്പുഴ പോയിട്ട് ഷൂട്ടൊന്നും നടക്കാത്തതുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ആലോചിച്ചത് അടുത്ത ദിവസം നമ്മൾ കോഴിക്കോട് വയനാട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഇരുന്നതാണ്. അതെന്തുകൊണ്ട് ഇന്ന് പോയിക്കൂടാ എന്ന് ആലോചിച്ചു. അപ്പോൾ എമിലിനെ വിളിച്ച് ചോദിച്ചു, നീ ഫ്രീ ആണോ ഇന്ന് പോകാൻ? യെസ്, പോന്നൊരു വിട്ടേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം വൈകിട്ട് ഇപ്പോൾ സമയം 4 മണിയാവുന്നു, എറണാകുളത്തേക്ക് പോകുന്നു. എമിലിനെ പിക്ക് ചെയ്ത് നേരെ കോഴിക്കോട് വയനാട് ഒരു ട്രിപ്പ്. ഈ ശ്വേതനെ കൊണ്ടാത്തതിൻ്റെ വിഷമ ശ്വേതയ്ക്കുണ്ട്. നമുക്കിനി പിന്നെ പോവാം കേട്ടോ. അബി പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് പിന്നെ അബിക്ക് വരാൻ പറ്റത്തില്ല. സാരമില്ല, പിന്നെ വരാമല്ലോ. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടി ഇത് കണ്ടില്ലേ, ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു ഷോർട്ട്സും ടീഷർട്ടുമാണ്. അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു, അത് നമുക്ക് വണ്ടിക്കകത്തിട്ട് ഉണക്കാം. ശ്വേത ഇന്നലെ അലക്കിയിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ നാളെ പോകാനുള്ള കാൽക്കുലേഷനിൽ. വീഡിയോയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് എടുത്ത് കളഞ്ഞോ എന്ന് പറഞ്ഞ് ഫോണിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് നമുക്കിത് എടുത്ത് കളയാം. ഇല്ലാന്നുണ്ടെങ്കിലേ ഇത് ബോറല്ലേ, അല്ലേ ചേട്ടാ? നമ്മൾ ഹെക്ടർ എടുത്തോണ്ട് വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ഈ സാധനം ഇറക്കി കളഞ്ഞാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ ഇത് വെച്ചോണ്ടിരിക്കും, നമുക്കൊരു പുത്തൻ വണ്ടിയുടെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി. എനിക്ക് ബേസിക്കലി പ്ലാസ്റ്റിക് ഇങ്ങനെ അടങ്ങുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇനി ഈ പ്ലാസ്റ്റിക് ഞാനിതെടുത്ത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. തൽക്കാലം വിടാനല്ലേ പറ്റുള്ളൂ, വേറെ പറ്റില്ലല്ലോ. കുട എടുത്ത് ഇവിടെ ഫ്രണ്ടിൽ വെച്ചു കൈവാക്കിനായിട്ട്. കുട വെക്കാനുള്ള സാധനം വേറെ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഇൻസ്റ്റാ 360 ഇത് ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ കണ്ണടയും ബാക്കി സംഭവങ്ങൾ, ടിഷ്യൂ പേപ്പർ, അങ്ങനെ എല്ലാം കൂടെ ഈ പെട്ടിക്കകത്ത് വെച്ചു. ഏതാണ്ട് ഒരു 7-8 ദിവസത്തേക്കുള്ള തുണിയും അതേപോലെ തന്നെ എൻ്റെ ചാർജറുകളും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എൻഡവറിൽ നമുക്ക് 2 പെട്ടികളിങ്ങനെ നമുക്ക് വെക്കാം, ചെറിയ പെട്ടികൾ. പിന്നെ ഇതിങ്ങനെ മറിച്ച് ഇടുകയാണെങ്കിൽ ഇത് ഇവിടെ ഇരുന്നോളും. ഇവിടെ ഇരിക്കത്തില്ല, ഇങ്ങനെ മറിച്ചിട്ടാൽ നോക്കട്ടെ, അളവില്ലേ, സക്സസ്, അടഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 പെട്ടിയൊക്കെ വെക്കാം. ലിറ്റർ കണക്കിനുള്ള സ്പേസ് ഒന്നും പറയാൻ നമുക്കറിയില്ല. ഇവിടെ ഒരു പെട്ടിയും ഇവിടെ ഒരു പെട്ടിയും കൂടെ ആക്കാം, മൊത്തം 3 പെട്ടി വയ്ക്കാം. നമുക്ക് എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ, അതവിടെ ഇരുന്നോളൂ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം വീണ്ടും. ടാറ്റാ. ഓക്കെ അബി, ഓൺലൈൻ ക്ലാസ്സൊക്കെ നല്ലവണ്ണം അറ്റൻഡ് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഷോ ഇട്ടിട്ട് പോവാന്ന് ചേട്ടൻ എന്നോടൊന്നും പറയാണ്. എന്തുവാ അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടോ?
അതവിടെ വെച്ചാൽ മതി, അത് കുഴപ്പമില്ല. അത് ജെല്ലല്ലേ? അത് ജെല്ലല്ലേ? അത് സ്പ്രേ ആവുമോ? ലിക്വിഡ് ആണോ? ലിക്വിഡാ? ശ്വേത സാനിറ്റൈസർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പ്രേ ചെയ്ത് അടിപൊളി കള. ഓക്കെ ഡൺ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ചേട്ടൻ പോയിട്ട് വരാം കേട്ടോ. ചാവി ഞാൻ പോട്ടെ. ചേട്ടാ ഒരാഴ്ച കഴിഞ്ഞ് വരാമേ. ഹായ്. അപ്പോൾ ഞാൻ AC റോഡിൽ കയറി ആലപ്പുഴ ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെരുമഴയാണ്. ഇപ്പോഴും ഇടയ്ക്ക് മഴ നിന്നു, ഇവിടെ ഇപ്പം മഴ പെയ്തു, അങ്ങനെ മാറിയാണ്. ഇനി ഞങ്ങൾ വയനാട്ടിൽ പോകുമ്പോൾ അവിടെ എന്താകും അവസ്ഥ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ എമിലിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് അന്ന് അവിടെ സ്റ്റേ ആണ്, രാത്രി സ്റ്റേ ആണ്. അടുത്ത ദിവസം എനിക്ക് കോഴിക്കോട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ റോയൽ ഡ്രൈവിൽ 3 കോടി രൂപയുടെ ഒരു പുതിയൊരു ലെക്സസിൻ്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അത് പോയിട്ട് എടുത്തൊന്ന് ഓടിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷമേ ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുള്ളൂ. വയനാട്ടിൽ എന്തായാലും ഒരു 4-5 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇനി പെരുമഴയത്ത് ആണ് എൻ്റെ അടുത്ത ഡ്രൈവ്. എറണാകുളം വരെ ഞാൻ ഒറ്റയ്ക്ക് പോകണം. അരൂർ ടോൾ പ്ലാസയിൽ എത്തിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഇവിടെ എപ്പോഴും തിരക്ക് തന്നെയാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ഫാസ്റ്റാഗ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇത്രയും തിരക്കെന്നുള്ളത്. കഷ്ടമാണ്. നമ്മുടെ വണ്ടിയിൽ ഫാസ്റ്റാഗ് എന്തായാലും റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് ഹാസൽ ഫ്രീ ആയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അവിടെയും ഭയങ്കര ബ്ലോക്കാണ്. ഇതൊക്കെ നമ്മൾ ഈ ഗൾഫിലൊക്കെ ഉള്ളതുപോലെ അല്ലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ സാലിക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ വെക്കണം. വണ്ടി വെറുതെ അങ്ങ് ഓടിച്ചുകൊണ്ട് പോയാൽ മതി. യെസ്, പച്ച വീണു പോവാം. എറണാകുളം വരെ എത്തിയപ്പോഴത്തേക്കിനും മൈലേജ് കണ്ടില്ലേ, 11.9 kmpl ആയി. പോയേക്കാം. ഇതിന്റെ മുണ്ടൊക്കെ എടുത്തിട്ട് ശരി. അങ്ങനെ നമ്മൾ ഇത് എമിലിന്റെ ബാഗും കൂടെ വെക്കാനായിട്ട് വണ്ടിക്കകത്ത്. ഇതെന്താ ഇങ്ങനെ ആടി കളിക്കുന്നേ? ഓ, ഇത് അവിടെ പോയി ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരിക. എന്തോ കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇത് നമുക്ക് കംപ്ലീറ്റ് അടച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇതിനകത്തേക്ക് കയറ്റാം. അയ്യോ, ഞാൻ ഉണക്കാനിട്ട നിക്കറാ. സദ്യയല്ല, നിക്കറിന്റെ ഷർട്ട് ഉണക്കാനിട്ടതാ. അങ്ങനെ എമിലിന്റെ ബാഗ് കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് വെച്ചു. വീണ്ടും വണ്ടി മൊത്തം നിറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടച്ചോളൂ, എന്നിട്ട് വണ്ടി എടുത്തോളൂ. ടെലസ്കോപ്പിക് അല്ല, മുകളിലോട്ടും താഴോട്ടുമാണ്. അയ്യോ, ലൈറ്റ് ഓഫ് ആയിപ്പോയി. യെസ്. അപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ എൻഡവർ മോഡ് ഓൺ. ഇനിയിപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്കിനും കോഴിക്കോട് എത്താം എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. റോഡിലെ തിരക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. ആനയ്ക്ക് സംഭാവന ഹേ. ഞാൻ റൂമൊക്കെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രൈറ്റ് ടു കോഴിക്കോട്. ഓക്കെ, ഓർക്കം വരുന്നില്ലല്ലോ. ക്യാമറ ഉണ്ടായിരുന്നല്ലേ? നമ്മളിപ്പോൾ എവിടെ എത്തിയടാ? എടപ്പാള് ഭാഗത്ത് എവിടെ എത്താറായി. ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. മൈലേജ് എന്തായാലും നമുക്ക് ഇപ്പം എത്ര കാണിക്കുന്നത്? 10.9. കത്തിച്ച് പൊളിച്ചു വിട്ടിട്ടും 10.9 കാണിക്കുന്നുണ്ട്. കൊള്ളാമല്ലേ? എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇത് ഒന്നും പറയാനില്ല, അടിപൊളി പൊളി വണ്ടിയാണ്. ഞങ്ങളായിട്ട് മാറി ഓടിച്ചു. തൃശ്ശൂർ വരെ ഞാൻ ഓടിച്ചു. അത് കഴിഞ്ഞിപ്പോൾ ഇവൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 80 ലിറ്ററിൻ്റെ ടാങ്കാണ്. അപ്പോൾ ഇനിയും മണി 12 മഴ ആയത് കാരണം നമ്മൾ ഇച്ചിരി പതുക്കെയാണ് പോകുന്നത്. അതൊക്കെ പോകാൻ പറ്റുള്ളൂ. അതെ, മഴയല്ലേ, വെളിച്ചമൊക്കെ കുറവാണ് റോഡിൽ. കുണ്ടും കുഴിയൊക്കെ എവിടേക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ. കുറേ നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. നീ കുറേ നാളായോ? ഇല്ലല്ലോ, ഞാനിപ്പോൾ കുറച്ചായി വന്നിട്ട്. അതെ, ഏതാണ്ട് 60 ലിറ്റർ ആയപ്പോഴത്തേക്കിനും നിറയാറായി. അപ്പം നമുക്ക് 5000-ൽ നിർത്തിക്കാം. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബൈപ്പാസിൽ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ബൈപ്പാസിൽ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. പോവാ, ഫ്രീ ലെഫ്റ്റ് ഉണ്ട്, പോവാം. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് നമ്മുടെ ഹോട്ടൽ. In 600 meters at Puttammal Junction, take the third exit and stay on Gudalur, Nilumbar, Kozhikode Road, Mavur Road. കുരിക്കോടോ അതോ കോഴിക്കോടോ എന്താ പറയുന്നേ? അങ്ങനെ ഞങ്ങൾ ഫൈനലി കോഴിക്കോടെത്തി. ഇപ്പോൾ സമയം 1:30 KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഈ കാണുന്ന യാഷ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ റൂം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് പോകാം. രാത്രി 1:30 ഒരു ഹോട്ടലിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ശരീരത്തിലെ ചെരുപ്പിലെയും മൊത്തത്തിലുള്ള കൊറോണ തൂത്ത് കളയുകയാണ്. ഇവിടെ 501 റൂം നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. അയ്യോ, ഇരുട്ട്, ലൈറ്റ് വരട്ടെ.
ഇത് നമ്മൾ അന്ന് വന്നപ്പോ താമസിച്ച സെയിം റൂമാണ് സെയിം റൂം തന്നെയാണെന്ന് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ഹോട്ടലിലെ റൂം. കൊള്ളാല്ലേ? നല്ല റൂമാണ്, അടിപൊളി റൂമാണ്. അവിടെ ടീ കോഫി മേക്കറുണ്ട്, വെള്ളമുണ്ട്. പിന്നെ 5ാമത്തെ നിലയിലാണ്. ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചേക്കാം. ബാത്റൂം എവിടെ? ആ വലിയ ബാത്റൂം, വിശാലമായിട്ട് കുളിക്കാം. അടിപൊളി. അപ്പോൾ ഇനി ഒന്ന് കുളിക്കണം, കിടന്നുറങ്ങണം സുഖമായിട്ട്. നാളെ കുറേ പരിപാടികളൊക്കെ ഉള്ളതാണ്. മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറേ പരിപാടികളൊക്കെ നടക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ അലകുളമാകും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.